എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്നിട്ട് ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ മണ്ണും അവിടെയുള്ള വിലകളാണ്. ഇപ്പം നിങ്ങൾ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ഹോസ്റ്റൽ നല്ലതാണോ അതൊക്കെ നോക്കണം. ഹോസ്റ്റൽ നല്ലതാണോ, സ്കൂൾ നല്ലതാണോ, സാലറി പാക്കേജ് നല്ലതാണോ, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫ്സ് നല്ലതാണോ. അതിന് പുറമേ ഒരു കാര്യം കൂടെ നോക്കണം. നിങ്ങളുടെ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ? ആരത് എന്നെ വീഡിയോ എടുക്കുമ്പോൾ ശല്യപ്പെടുത്തുന്നു? അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിൽ ഇവിടുത്തെ ഇവിടെ ലിച്ചി ഉണ്ട്, എല്ലാം ഇങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ പോകാൻ നേരത്തെ ആകുമ്പോഴായിരിക്കും മിക്കവാറും ഇത് പഴുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തോ ഭാഗ്യം കണ്ട് ഇവിടെ ഈ കോമ്പൗണ്ടിലുള്ള ഒരു മരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തു. പക്ഷെ ഇപ്പോൾ ആ മരത്തിലൊക്കെ കുറച്ചേ ഉള്ളൂ. ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. ഞാൻ എന്നും ഇതിലൂടെ നടക്കാറിറങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് 1-2 എണ്ണമൊക്കെ എടുത്ത് കഴിക്കാറുണ്ടായിരുന്നു. ബട്ട് സ്ഥിരമായിട്ട് കഴിക്കാറില്ലായിരുന്നു. ഹൂ ഈസ് ദാറ്റ് ഫാദർ? എന്നെ തൂക്കുമോ ഇപ്പോൾ? ആരാന്നറിയില്ല കേട്ടോ. എനിക്കൊന്നും ഇവിടെ ഒരു ബസ്സും കൂടെ കിടപ്പുണ്ട്. ഐ തിങ്ക് സംവൺ ഈസ് കമ്മിങ്. എന്തിനാണാവോ? ഈശ്വര, ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നതിലുപരി എനിക്കിവിടെ നിന്ന് കുറച്ച് ലിച്ചി പറിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. നിൽക്കുന്നതാണ് ആ സെൻറ്ററിൽ നിൽക്കുന്ന ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. സോ അച്ഛനൊക്കെ അവിടെ ഗ്രൗണ്ടിലാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയിട്ട് അതിൽ നിന്ന് സാധനം എടുത്ത് പറിച്ച് ഞാൻ കഴിച്ച് കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് കഴിച്ച് കാണിക്കാനായിട്ട് ഞാനിത് ആദ്യം കഴിച്ചു. ദീ നിൽക്കുന്നതാണ്. ഇത് അത്യാവശ്യം എൻ്റെ ഹൈറ്റിനുള്ളതാണ്. ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറിക്കാം. ഇതാണ് ഐറ്റം. ഇതിങ്ങിയിരിക്കും. ലിച്ചി, നോർമൽ ലിച്ചി. സോ നമുക്കിത് പൊളിച്ച് കഴിക്കാം. എനിക്ക് തോന്നുന്നു അവിടെ അവർ ബസ്തിയിൽ നിന്ന് കുറച്ച് അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഒരു ക്രിക്കറ്റൊക്കെ കളിയാന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശം ഒരു 5-8 എണ്ണം അവിടെ നിന്ന് എടുത്തു. ഞാൻ കാണിക്കാം. ഇതിൻ്റെ തൊലിക്ക് അത്യാവശ്യം ജീസ സാധനം. സിൽവിയ, എൻ്റെ കൂടുതൽ കുറച്ച് കൂട്ടുകാരൊക്കെ ഇവിടെ പോകണം കേട്ടോ. ഇവിടെ ഗാർഡൻ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? നമുക്കെന്ത് പ്രശ്നം? ഇതിങ്ങനെ പൊളിക്കണം. റംബൂട്ടാനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് ഈ സാധനം പൊളിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു പേടി എന്താണെന്നറിയോ? കുരങ്ങനൊന്നും ഇപ്പോൾ വരാണ്ടിരുന്നാൽ മതി. നിങ്ങൾക്കൊരു ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എനിക്ക് ശബ്ദം സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, മുന്തിരി പ്ലസ് കൊക്കോക്ക പ്ലസ് റംബൂട്ടാൻ്റെ ഒരു ചെറിയ ടേസ്റ്റ്. ഇതാണ് ഇപ്പോൾ. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് പഴുക്കും. എനിക്ക് അത്രയും മധുരം കിട്ടത്തില്ല. ഞാനിനി ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ അല്ലാതെ വേറെ പറന്നു പോകാൻ വഴിയുണ്ടോയെന്ന് ഞാൻ നോക്കാം. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിച്ച് പാതി ആകുമ്പോൾ മധുരം വരും. എനിക്ക് വീട്ടിലേക്ക് എടുത്ത് വരണമെന്നുണ്ടേ. പക്ഷേ ഈ സാധനം വീട്ടിലെത്തുമ്പോൾ ചീത്തയായി പോകും. അതുകൊണ്ട് മാത്രമേ ഞാൻ എടുത്തു തരാം കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ ലിച്ചി ഉണ്ട്, പക്ഷേ ലിച്ചി ഇതുവരെ ഫ്രൂട്ടായിട്ടില്ല, പഴമുണ്ടായിട്ടില്ല. എൻ്റെ പുറന്തോർക്ക് ഇച്ചിരി നൈസ് കയ്പുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നിലത്ത് വേണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തോട്ടിയൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് നിലത്ത് വീണിങ്ങനെ
ഒപ്പണയപ്പ് റംബൂട്ടാൻ പോലെയല്ല. ഞാനതുകൊണ്ട് 1-2 അടിച്ചിട്ടു. അത് കഴിഞ്ഞ് അതൊന്നും നിലത്ത് വീണ് കഴിക്കാൻ കൊള്ളാതായി പോകും. ഐ മീൻ പിന്നെ പ്ലിങ്ങുന്നായി പോകും. ആ തോട് പൊട്ടി അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം വലിയ വരും. വേർത്ത് അധ്വാനിച്ച് നേടിയ വസ്തുക്കൾ നോക്കൂ. എന്നാ തരാം. നിലത്ത് വീഴുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച പോലെ ആയിപ്പോവും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്താട്ടോ. ഇതിനെന്തേലും മധുരം ഉണ്ടാവും. ടു റിസ്കി ടു എയ്റ്റീൻ ഫുള്ളി. പക്ഷെ വിത്ത് ചെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ചെറിയ പുളിയുണ്ട്, പക്ഷെ രസമുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ കാ. ഇത് എന്താണ് ലൈറ്റ് പിടിക്കാത്തത്? ദിസ് ഇസ് ദ കാ. ഞാൻ കാ കടിച്ചു. കാ കടിക്കില്ല കേട്ടോ. കായ്ക്കുണ്ട്. പോട്ടെ. എന്നാൽ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ലിച്ചിയുടെ വീഡിയോ കഴിഞ്ഞു. ഇവിടെ ഒരു നെല്ലിയും കൂടെ ഉണ്ട്. ഇനി അടുത്ത തവണ നെല്ലി കായ്ക്കുമ്പോൾ ഞാൻ നെല്ലിയുടെ വീഡിയോ ആയിട്ട് വരാം. അടുത്ത് ഇനി പേരയ്ക്കുണ്ട്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് എൻ്റെ സീസൺ ആവുന്ന സമയത്ത് ഞാൻ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും വണക്കം.